എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേവർ ഇംപ്രൂവ്മെന്റ് കമ്പാർട്ട്മെന്റ് വിഭാഗം പരീക്ഷകൾ 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 തീയതി വരെ നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള രജിസ്ട്രേഷൻ പിഴ കൂടാതെ ജൂൺ 1 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാർച്ച് മാസത്തിലെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ 2, 3 തീയതികളിലായിട്ട് നിങ്ങൾക്ക് 600 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കാം. ആകെ നിങ്ങൾ എത്ര സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതുന്നുണ്ടോ അതിൻ്റെ ഫീസും അതിൻ്റെ കൂടെ 600 രൂപ അധികമായിട്ട് അടക്കുന്നതിനാണ് ഈ 600 രൂപ ഫൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂൺ 1 തീയതി വൈകുന്നേരം 4 മണിവരെ അപേക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരീക്ഷയുടെ ഫീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു പിഴ ആവശ്യമില്ല. അപ്പോൾ അതിനാൽ തന്നെ ജൂൺ 1 തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപേക്ഷ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോറമാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് വേണ്ടത് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്തത് വേണ്ടത് നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് എന്ന ആ ഒരു ഫീസാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കൊരു അപേക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് നിങ്ങൾ 2026 മാർച്ച് മാസത്തിലെ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ അതിപ്പോൾ +2ൻ്റെ റെഗുലർ ആയിരിക്കാം, കമ്പാർട്ട്മെൻറ്റിലായിരിക്കാം, അങ്ങനെ പല വിഭാഗത്തിൽ +2ൻ്റെ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അതായത് ഞാൻ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ +1ൻ്റെ പരീക്ഷ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. +2ൻ്റെ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ റിസൾട്ടിൽ ആബ്സെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, അത് ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ +2ൻ്റെ ഈ ഒരു പരീക്ഷയ്ക്ക് സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ +2ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും, എന്നാൽ +1ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ആയതുകൊണ്ട് തന്നെ ഈ ഒരു +2ൻ്റെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഫീസ് ഈ ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും സെയിം ഫീസ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് +2ൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് ജൂൺ 11, 12 തീയതികളായിട്ട് പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു സ്കൂൾ ഏതാണെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ നിങ്ങൾ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ എക്സാം സെൻറ്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റേത് മനസ്സിലാക്കി പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു തവണ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ എഴുതിയാൽ വീണ്ടും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു +2ൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ ഇതുവരെ എഴുതാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും, അതായത് +2ൻ്റെ പരീക്ഷയിൽ ഞാൻ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ +1, +2 പരീക്ഷകൾ രണ്ടും ഞാൻ എഴുതേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് +2ൻ്റെ പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലാതെ +1 സബ്ജക്റ്റ് അല്ല വരിക. ഇതിൽ +2ൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ +2ൻ്റെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. +1ൻ്റേത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. +2ൻ്റെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ഈ ഒരു +2ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സേ പരീക്ഷയുടെ ഫീസ് നോക്കാം. അപ്പോൾ സേ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്, അത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 175 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. അത് നിങ്ങളിപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയാണ് എഴുതുന്നത്, തിയറി പരീക്ഷ എഴുതുന്നില്ലെങ്കിലും 175 രൂപയാണ്. അതുപോലെ തന്നെ തിയറി പരീക്ഷയാണ് എഴുതുന്നത്, പ്രാക്ടിക്കൽ എഴുതുന്നില്ല എങ്കിലും നിങ്ങൾക്ക് 175 രൂപയാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക്, പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ 150 രൂപ പെർ സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സേ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾക്ക്, അതായത് 60 മാർക്ക് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക് നിങ്ങളുടെ റിസൾട്ടിൽ ഇതേപോലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 60 മാർക്ക് വിഷയങ്ങളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 36 മാർക്കും, 80 മാർക്ക് വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48 മാർക്കും കിട്ടിയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു 60 മാർക്ക് വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക്, ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് 36ഉം, 60 മാർക്ക് വിഷയത്തിൽ 36ഉം, 80 മാർക്ക് വിഷയങ്ങൾ നിങ്ങൾക്ക് 48 മാർക്കും കിട്ടാത്ത വിഷയങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ഒരു വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും നിങ്ങൾ +2ൻ്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് ലഭിക്കാത്തതുണ്ട്, അതായത് TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാത്ത എത്ര വിഷയങ്ങളുണ്ടോ അത്രയും വിഷയങ്ങളുടെ +2ൻ്റെ സേ പരീക്ഷയ്ക്കായിട്ടുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 6 വിഷയങ്ങളിൽ നിങ്ങൾ തോറ്റിട്ടുള്ള, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ലഭിക്കാത്തത് കാരണം നിങ്ങൾ തോറ്റിട്ടുള്ള 60 മാർക്ക് വിഷയത്തിൽ 36ഉം
50 മാർക്ക് വിഷയത്തിൽ 48 കിട്ടാതെ 6 വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ 6 വിഷയം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫീസ് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫീസ് എന്ന് പറയുമ്പോൾ 500 രൂപ പെർ സബ്ജക്റ്റ് ആണ് ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ 40 രൂപയാണ് ഫീസ് വരുന്നത്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ റെഗുലർ വിഭാഗത്തിൽ, അതായത് പ്ലസ് ടു പരീക്ഷ 2026 മാർച്ച് മാസത്തിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുക. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം മാത്രമാണ്, ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയം വേണമെങ്കിലും, അതായത് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം ഇംപ്രൂവ്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അതായത് ഞാനിപ്പോൾ ഈ ഒരു പ്ലസ് വണ്ണിൽ ഞാൻ പാസ്സായിട്ടുണ്ട്, എന്നാൽ പ്ലസ് ടുവിന് ഞാൻ തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് തോറ്റിട്ടുണ്ട്, അതുപോലെ പ്ലസ് ടുവിന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ ഇപ്പോൾ കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കാം. കെമിസ്ട്രിക്ക് ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് കിട്ടിയത് 10 മാർക്കാണ്, പ്ലസ് ടു പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളത് 18 മാർക്കാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ടുവിന് അവിടെ മിനിമം മാർക്ക് ഉണ്ട്, എന്നാൽ പ്ലസ് വണ്ണിനാണെങ്കിൽ ഇവിടെ 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പ്ലസ് ടു ജയിച്ചിട്ടുണ്ട്, അപ്പോൾ പ്ലസ് വണ്ണിനാണ് തോറ്റത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, കാരണം ഇത് കെമിസ്ട്രി ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം 60 മാർക്ക് വിഷയമാണ്, 2 വർഷം കൂടി 36 വേണം. ഇവിടെ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ 28 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ നിങ്ങളുടെ ടി മാർക്ക് നോക്കുമ്പോൾ ഇതേപോലെയാണ് 28 ഉണ്ടാവുക. ഈ ഗ്രേസ് മാർക്ക് ഒരു 8 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയെ ജയിക്കത്തുള്ളൂ. ഇനി ഗ്രേസ് മാർക്ക് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് തോറ്റതായിട്ട് തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിന് കുറവുള്ള ആ ഒരു 8 മാർക്കും അതിൻ്റെ കൂടെ പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട 18 മാർക്കും കൂടി ടോട്ടലായിട്ട്, അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു, അതായത് 26 മാർക്ക് നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ വീണ്ടും എഴുതി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഇപ്പോൾ കെമിസ്ട്രിക്ക് ഞാൻ പ്ലസ് വണ്ണിന് എനിക്ക് 18 കിട്ടിയിട്ടുണ്ട്, എന്നാൽ പ്ലസ് ടുവിനാണെങ്കിൽ എനിക്ക് കിട്ടിയത് ആകെ കിട്ടിയത് ഒരു 13 മാർക്കാണ്, അതായത് ഏകദേശം ഒരു 5 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കും രജിസ്ട്രേഷൻ ചെയ്യാം. ഇത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത്, അതായത് 19, 20, 28, 31 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു 31 മാർക്ക് എന്ന് പറയുമ്പോൾ അതും തോറ്റതാണ്, കാരണം അവിടെ 5 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി പരീക്ഷയിൽ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 10 മാർക്കാണ് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി പ്ലസ് ടുവിൻ്റെ പരീക്ഷ നോക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്ക് കെമിസ്ട്രിയിൽ പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് 28 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ ഇതിനുള്ള സംശയത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 36 മാർക്ക് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഒരു 36 മാർക്ക് കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുമ്പോൾ ജയിക്കാനായിട്ട് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് നടത്തുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്കും പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട മാർക്കും കൂടി ടോട്ടലായിട്ട് എത്ര കിട്ടുന്നുണ്ടോ ആ ഒരു മാർക്കാണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്കാണ് പ്ലസ് വണ്ണിന്, പ്ലസ് ടുവിനാണെങ്കിൽ 18 ആണ്. നിങ്ങൾക്ക് ഓവറോൾ ജയിക്കാനായിട്ട് 36 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 36 നിന്നും നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയാണ് എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് കുറക്കുക. അപ്പോൾ 36 നിന്നും 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26 മാർക്ക് കിട്ടും. അപ്പോൾ ഈ 26 മാർക്കാണ് നിങ്ങൾ ഒരു പ്ലസ് ടുവിൻ്റെ ഒരു സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഈ രീതിയിൽ 26 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ എഴുതി വാങ്ങിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥി ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഇനി പ്ലസ് വണ്ണിന് എനിക്കിപ്പോൾ കെമിസ്ട്രിക്ക് 18 മാർക്കുണ്ട്, എന്നാൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു പരീക്ഷയിലാണ് എനിക്ക് 5 മാർക്ക് കിട്ടി ഞാൻ തോറ്റതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എന്ന സമയത്ത് എത്ര മാർക്ക് ജയിക്കാൻ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും ഇതേപോലത്തെയാണ്. കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ 60 മാർക്ക് വിഷയമാണ്. 60 മാർക്ക് വിഷയം ആയതുകൊണ്ട് 2 വർഷം കൂടി ജയിക്കാൻ 36 മാർക്കാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയത് 18 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 18 മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ ഈ ഒരു 18 മാർക്കാണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു 18 മാർക്ക് പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയാണ് എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്ക് വിഷയമാണെങ്കിൽ നിങ്ങൾ 36 നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുള്ള ടി മാർക്ക് എത്രയാണോ അതിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾ ആ ഒരു വിഷയത്തിന് വാങ്ങിക്കേണ്ട മാർക്ക് അറിയാൻ പറ്റും. ഇനി 80 മാർക്ക് വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് 48 മാർക്കാണ് 2 വർഷം കൂടി ജയിക്കാൻ വേണ്ടത്. എന്നാൽ ആ ഒരു 48 നിന്നും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയുള്ള ആ ഒരു ടി മാർക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് എത്ര ആയിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കാൻ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ
സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾ എഴുതുന്നു, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 25 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി, ഇങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഒരു 18 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ 18 പരിഗണിക്കുക അല്ലെങ്കിൽ 25 പരിഗണിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ 25 മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു സേ പരീക്ഷയുടെ മാർക്കും, അതായത് സേ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കുക. ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ മാർക്ക് ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ ഇതുവരെ കിട്ടിയുള്ള മികച്ച മാർക്കുകൾ ഏതൊക്കെയാണോ ആ ഒരു മാർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിലെല്ലാ മാർക്ക് ഡീറ്റെയിൽസും എല്ലാ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ, ഏതൊക്കെ വിഷയങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ഇനി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കൂടിയ മാർക്കാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു കൂടിയ മാർക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ റിസൾട്ടായിട്ട് അപ്ഡേറ്റ് ആക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കമ്പൈൻഡ് സർട്ടിഫിക്കറ്റിനായിട്ട് പിന്നീട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കൂടിയ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഇങ്ങനെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കമ്പൈൻ ചെയ്യാൻ കൊടുക്കേണ്ടതുള്ളൂ. കാരണം ഇംപ്രൂവ്മെൻറ്റിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വീണ്ടും ഗുണമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ആദ്യത്തെ മാർക്ക് തന്നെയാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കൂടിയ മാർക്ക് ഉൾപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും കമ്പൈൻ ചെയ്ത് ഒറ്റ സർട്ടിഫിക്കറ്റ് ആകാനായിട്ട് അപേക്ഷ നിങ്ങൾക്ക് സ്കൂളിൽ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്കോ മറ്റ് കോഴ്സുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു അപേക്ഷയിൽ നിങ്ങളുടെ ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.